ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. നമ്മൾ കുറച്ചധികം ദിവസമായി ഇങ്ങനെ ഒരു ലോങ് വീഡിയോസ് ഇട്ടിട്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ എക്സാം ക്യാൻസൽ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ കുറെ ഗ്യാപ്പ് വന്നു, കാരണം ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നാട്ടിൽ പോവാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടാ. ഇതിന് ശേഷമാണ് ഞാനിപ്പോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ആ പോകുന്നതിന്റെ വ്ളോഗ്സും ഇത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇവിടെ എത്തി, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എല്ലാം ഓക്കെ ആയി വന്നത്. ഇപ്പോഴും കുറച്ച് അതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, ഓക്കെ ആണ്, ബെറ്റർ ആണ്. കുറെ പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇപ്പൊ ഹെൽത്ത് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ബെറ്റർ ആയിട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടുന്ന് പോണതിന് മുന്നേ രണ്ട് മാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യയുടെയും വേൾഡിന്റെയും മാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ വാളിൽ ഹാങ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ വന്നപ്പോ ഞാൻ എന്തായാലും ഒരു റീസ്റ്റാർട്ട് പോലെ ചെയ്യുകയാണല്ലോ, അപ്പൊ ഇത് ഒട്ടിച്ചതിന് ശേഷം ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങാം. അപ്പോ 10th പ്രിലിംസിന്റെ കാര്യം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും അത് എഴുതാൻ പറ്റില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല. അതിന് മുന്നേ എനിക്ക് പോയി വന്നൊരു സിറ്റുവേഷൻ വന്നത് എന്താ വെച്ചാൽ അർജന്റ് ആയിരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ആ ഒരു പോക്ക്. അതുകൊണ്ട് പെട്ടെന്ന് പോയതാണ്. ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ലീവ് എടുത്ത് പോയതാണ് കേട്ടോ. അപ്പൊ ഈ പോണേന്റെ വ്ളോഗും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങളിപ്പോ കറക്റ്റ് സ്പോട്ട് പറയണ മിദ്നാപൂരാണ്. അപ്പൊ ഇവിടുന്ന് കൊൽക്കത്ത പോയി, അവിടെ നിന്ന് വേണം എയർപോർട്ടിൽ അങ്ങനെ പോയിട്ട് വേണം. അത് ഞങ്ങൾ മെട്രോയിലൊക്കെ പോയതാണ്. ജസ്റ്റ് ഞാൻ ഇതില് എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റും കൂടി ആയിരുന്നു, ഫ്ലൈറ്റിലായിരുന്നു പോയേണ്ടത്. അപ്പൊ അതൊന്ന് ക്യാപ്ചർ ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതിലിട്ടതാണ്. അത് ബാക്ക്ഗ്രൗണ്ട് കൂടെ പൊയ്ക്കോട്ടെ, ഞാൻ കാര്യങ്ങൾ പറയാം, നിങ്ങൾ അത് ഇതും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 10th പ്രിലിംസിന്റെ കാര്യമായിരുന്നു. ഒരുപാട് പേര് അടുത്ത് VFA ഒന്നും എഴുതണില്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എഴുതാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എഴുതാത്തത്. ഇപ്പൊ VFA വരുന്നുണ്ട്, അതും നാട്ടിൽ വരണ സമയത്ത് എഴുതാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാം ഉണ്ടാവും വിചാരിക്കും, ഫ്ലൈറ്റിലൊക്കെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളും ഉണ്ട്, ഒറ്റയ്ക്ക് പോയി വരാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റാത്തത്. കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് എക്സാംസ്, എന്നാ പിന്നെ എക്സാം കഴിഞ്ഞിട്ട് പോവായിരുന്നില്ലേ, അല്ലെങ്കിൽ എക്സാം വരെ അവിടെ നിന്നുകൂടായിരുന്നില്ലേ. എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല, എനിക്ക് നല്ല വിഷമമുണ്ട്. ആരെങ്കിലും 10th പ്രിലിംസിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷെ എനിക്ക് എഴുതാൻ പറ്റാത്തൊരു സാഹചര്യത്താൽ ഞാൻ എഴുതിയില്ല. കൺഫർമേഷൻ ഒക്കെ കൊടുത്തു, പക്ഷെ സാരമില്ല, കുഴപ്പമില്ല. അപ്പൊ സെക്കൻഡ് സ്റ്റേജ് എന്തായാലും ക്യാൻസൽ ആക്കി. വളരെയധികം വിഷമമുണ്ട്, കാരണം എന്താ പറയാ, അത്രയും കഷ്ടപ്പെട്ടും ഓരോ കുട്ടികളും അവിടെ എത്തിപ്പെട്ട്, ചിലരൊക്കെ കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് ഈ ബസ് ചാർജ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ എക്സാം എഴുതാൻ പോയിട്ട്. അവരുടെയൊക്കെ അവസ്ഥ ആലോചിക്കും ഭയങ്കര വിഷമമുണ്ട്. PSCയുടെ വൻ മിസ്റ്റേക്ക് ആണെന്ന് തന്നെ പറയാൻ പറ്റില്ല. PSCയുടെ മാത്രമേ നമുക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ, വേറെ ആരും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, അല്ലെ? ഒരുപാട് പേരുടെ വിഷമം കാര്യങ്ങളും. എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് എഴുതാൻ പറ്റിയില്ല, ഇനി അടുത്ത സ്റ്റേജ് വരുമ്പോ എനിക്ക് ഇത് എയർപോർട്ടിലൊരു അതിഥിനെ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് അവരുടെയൊക്കെ മെസ്സേജ് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമമുണ്ട്. അപ്പോ എഴുതാം ആ പടി വരെ പോയിട്ട് എഴുതാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അത് ഭയങ്കര വിഷമമുള്ളത് തന്നെയാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ദിവസം കൂടെ എക്സ്ട്രാ കിട്ടി റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള ആ ഒരു മൈൻഡിൽ ഇരിക്കുക. എല്ലാവരും വിഷമവും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. കുറച്ച് ദിവസം കൂടെ കിട്ടി മെയിൻ എക്സാംസിന് കുറച്ചും കൂടെ ഒന്ന് റിവിഷൻ ചെയ്യാൻ പറ്റാത്തവർക്ക് കുറച്ചും കൂടെ ദിവസങ്ങൾ കിട്ടി. നല്ല പ്രിപ്പയർഡ് ആയിട്ട് ഒന്നും കൂടെ സെറ്റ് ആക്കിയിട്ട് കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കിയിട്ട് പോവാം. ഫസ്റ്റ് സ്റ്റേജ് കുറച്ചധികം ടഫ് തന്നെയായിരുന്നു. സെക്കൻഡ് സ്റ്റേജ് ക്യാൻസൽ ആക്കിയ എക്സാം നല്ല ഈസിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ എന്റെ കണ്ണ് തള്ളിപ്പോയി. എന്തിനാണ് അത് ക്യാൻസൽ ആയി പോയത് എന്ന് വരെ ചിന്തിച്ചു പോയി. എന്തോ അത് നമുക്ക് നല്ലതിനാണെന്ന് ചിന്തിച്ചിട്ട് അടുത്ത എക്സാമിന് വേണ്ടി നന്നായി പരിശ്രമിച്ച് മുന്നോട്ട് പോവുക. ഇതെന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് കേട്ടോ, അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ പോണത്, അതും ഇൻഡിഗോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ 4:45 ആ ഒരു സമയത്തെയാണ് കേട്ടോ. ഒന്നാമത് ഇവിടെയൊക്കെ നേരത്തെ നേരം വെളുക്കും, നമുക്ക് ഇവിടെ ദിവസം കൂടുതലായിരിക്കും. എനിക്ക് ഇവിടെ തോന്നിയിട്ടുണ്ട്, രാവിലെ നേരത്തെ നേരം വെളുക്കുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ എണീക്കും. പക്ഷെ അതിനനുസരിച്ചിട്ട് ഇപ്പൊ ഈവനിങ് കറക്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് ഇരുട്ടാവണത്. പക്ഷെ രാവിലെ നേരത്തെ ഒരു 4:15 ഇവിടെ നല്ല കുറച്ച് അത്യാവശ്യം വെളിച്ചം വരും. ഒന്നാമത് എയർപോർട്ടും പറയാൻ പാടില്ല, മൊത്തത്തില് എല്ലാം കാണുന്നതാണല്ലോ. ആ സമയത്ത് മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തില് എന്താ പറയാ, നല്ലൊരു
വൈബ് തന്നെ ആയിരുന്നു ആ ഒരു ട്രാവലിംഗ് ടൈം. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. കുറച്ച് ഞാൻ നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പെട്ടെന്ന് തലയൊക്കെ ചുറ്റി വൊമിറ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ചെയ്തില്ല. വ്യൂസ് ഒരു രക്ഷയുണ്ടായിരുന്നു. എനിക്ക് സൈഡ് സീറ്റ് ആയിരുന്നു, അടിപൊളി വ്യൂസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെയാവും എന്താവും ഒന്നും അറിയില്ലല്ലോ. അപ്പോ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് പേടി ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഇനിയിപ്പോ കിക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ പിടിച്ചു വെക്കും, ഫ്ലൈറ്റ് മിസ്സാവും, അങ്ങനെയൊക്കെ പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് നേരത്തെ ആയിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടുന്ന് ട്രെയിന് ആ ഒരു 4:15 4:30 4:10 അങ്ങനെ എന്താണ്ടായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. അതായത് മിദ്നാപൂരിന്, വെസ്റ്റ് ബംഗാളിന്. അപ്പോ കൊൽക്കത്തയിൽ ട്രെയിൻ ഇറങ്ങി അങ്ങനെയൊക്കെ വേണം പോവാൻ. അപ്പൊ ഞങ്ങള് നല്ലോണം നേരത്തെ ആയിരുന്നു, ഒരു 12 മണിക്ക് മുന്നേ ആയിരുന്നു ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 12 അല്ല, അതിന് മുന്നേ എത്തി. എപ്പോഴാ എത്തിന്ന് ഓർമ്മയില്ല. 12 അല്ല, എനിക്ക് തോന്നുന്നു 9:30 10 മണി ആ ഒരു സമയത്ത് എയർപോർട്ടിന്റെ അടുത്ത് എത്തി. പക്ഷെ അവര് ഉള്ളിക്ക് പോണ സമയത്ത്, എന്തൊക്കെയോ വായിലൊന്നും വരുന്നു, ഉള്ളിക്ക് പോണ സമയത്ത് ഒന്ന് തടഞ്ഞു. എന്താ നിങ്ങൾ ഇത്ര നേരത്തെ വന്ന് ഉള്ളിൽ പോയിട്ട് എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു, കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അപ്പൊ തന്നെ ടെൻഷനൊക്കെ ആവുകയൊക്കെ ചെയ്തു. പിന്നെ ആളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത്, ഞങ്ങൾക്ക് വേറെ ട്രെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഈ സമയത്തേ വരാൻ പറ്റുള്ളൂ, അപ്പൊ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ആളൊന്ന് കാമായി കയറ്റി വിട്ടു. എന്നാലും ആ ഒരു സമയത്ത് തടഞ്ഞു നിർത്തിയപ്പോ പേടിയായി, ഇപ്പൊ കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല, ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു അത് അവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെ. ഞാൻ ഫസ്റ്റത്തെ ഫ്ലൈറ്റിൽ കുറച്ച് ഉറങ്ങി, പിന്നെ ഒക്കെ എണീച്ചിരുന്ന് കാഴ്ചകളൊക്കെ കാണുന്നതായിരുന്നു. തല ചുറ്റിലുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഉറങ്ങി. പിന്നെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി ചെക്കിനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാ ചെയ്തത്, കാരണം നല്ല ഹവേഴ്സ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം കിടന്നുറങ്ങി. പിന്നെ ഗേറ്റിലൊക്കെ എത്തി, ഗേറ്റൊക്കെ നോക്കി വെച്ചു. അവിടെ തന്നെ ജസ്റ്റ് ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. ഞാൻ ഉറങ്ങിയില്ല, ഹസ്ബൻഡ് ഉറങ്ങി, എനിക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് നിങ്ങൾ കാണുന്നത് ഈ 5:30 ആ ഒരു സമയത്തുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പൊ എന്താ, അത്രക്ക തന്നെ ഉള്ളത്. എയർപോർട്ടിൽ ഒരു അതിഥിയും കൂടി ഉണ്ടായിരുന്നു, ഫുഡ് കഴിക്കാൻ ഒപ്പം ഉണ്ടായിരുന്നു, ഒരു പൂച്ചാട്ടോ, എങ്ങനെ കയറിയെന്നൊന്നും അറിയില്ല, അവിടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ സെക്കൻഡ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതെന്താണെന്നറിയില്ല, വീഡിയോ ലോഡ് ആവണില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പോ സെക്കൻഡ് ഫ്ലൈറ്റ് ചെന്നൈയിനായിരുന്നു ലേ ഓവർ. ചെന്നൈയിൽ ഞങ്ങൾക്ക് ഒരുപാട് മണിക്കൂറുകൾ ഉണ്ടായിരുന്നു സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് അത്യാവശ്യം സമയം എയർപോർട്ടിൽ തന്നെ കളയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ചെന്നൈയിൽ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് കുറെ കടകളിലൊക്കെ കയറാൻ മാത്രമേ പറ്റുള്ളൂ, നല്ല റേറ്റ് ആണ്, അവിടെ നിന്ന് വാങ്ങാനൊന്നും പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു, വീട്ടിലും ചപ്പാത്തിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കയ്യില്. അതുകൊണ്ട് വെളിയിൽ നിന്നും അങ്ങനെ വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. വെള്ളവും ഞാൻ അത്യാവശ്യം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഒന്നാമത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോ ആ ഒരു ഇതിൽ തന്നെ നാട്ടിലേക്ക് വരുന്നത്, അപ്പൊ വെള്ളം എന്തായാലും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ വീടൊക്കെ പൂട്ടി എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത്, ഇവിടെയും വൃത്തിയാക്കിയിട്ട് വേണമല്ലോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്, നാട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടുന്ന് വൈകിട്ട്, അതായത് ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഇറങ്ങിയ പിറ്റേ ദിവസം വൈകിട്ട് ഒരു 6:30 ആ സമയത്താണ് നമ്മൾ വീട്ടിലെത്തുന്നത്. ചെന്നൈന്ന് കോയമ്പത്തൂരായിരുന്നു നമുക്ക് ഇറങ്ങാണ്ടായിരുന്നത്. കോയമ്പത്തൂർ ഇറങ്ങി അവിടുന്ന് വീട്ടിൽ നിന്ന് ആള് വരേണ്ടതായിരുന്നു, പക്ഷെ കാറ് പെട്ടെന്ന് പടി തന്നുകൊണ്ട് വിളിക്കാൻ വരാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ടാക്സി എടുത്ത് ഉക്കടം പോയി. ഉക്കടത്തുനിന്ന് KSRTC കയറിയിട്ട് അങ്ങനെ വരിക ചെയ്തത്. പാലക്കാടാണല്ലോ, KSRTC എടുത്ത് പാലക്കാട് ഇറങ്ങി അവിടുന്ന് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയൊക്കെ തന്നെ ആയിരുന്നു ആ ഒരു ട്രാവലിങ്, കാരണം ലഗേജും കാര്യങ്ങളുണ്ട്. ഹസ്ബൻഡിന് വേണ്ടി വയ്യായിരുന്നു, അപ്പൊ ആളെ കൊണ്ട് പിടിക്കാൻ പറയാനും പറ്റില്ല. അപ്പൊ ഞാൻ തന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്തിട്ടായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിന്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും എനിക്ക് പിന്നീട് ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോ ഇതൊക്കെ തന്നെയുള്ളൂ, ഇതിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ട് ഇവിടെ വെക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ പോകുമ്പോൾ നമുക്ക് അത്ഭുതം, ഫസ്റ്റ് ടൈം പോകുമ്പോഴാണല്ലോ നമുക്ക് അത്ഭുതം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് വീഡിയോ എടുത്തു വെച്ചു, കാരണം വീഡിയോ ഞാൻ കുറെ ഒന്നും ഗാലറിയിൽ വെക്കില്ല, എല്ലാം കളയും. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഫസ്റ്റ് ഫ്ലൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നും കൂടി വിചാരിച്ചു, എക്സ്പീരിയൻസ് പറയാ വിചാരിച്ചു. അപ്പൊ അത്രയേ ഉള്ളൂ. തിരിച്ചിവിടെ എത്തിട്ടോ, വെസ്റ്റ് ബംഗാളിലോട്ട് എത്തി. ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു നാട്ടില്, എങ്ങോട്ടും പോയില്ല. ഹോസ്പിറ്റല്, വീട്, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളും അങ്ങനെയൊക്കെ കഴിക്കും, അത്രയും മാത്രമേ നാട്ടിൽ ചെയ്തുള്ളൂ. മഴയായിരുന്നു, നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ, അത്രയും ചെയ്തോളൂ. വേറെ ട്രിപ്പോ കാര്യങ്ങളോ അവിടേക്കും പോയൊന്നുമില്ല.
അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ കുറച്ച് ലഗേജ് എക്സ്ട്രാ അവിടുന്ന് എടുക്കാണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. ഇങ്ങോട്ട് വന്നു, അത്ര തന്നെ ഉള്ളൂ. നാട്ടിലെ വിശേഷം പറയാൻ മാത്രം ഒന്നുമില്ല. പിന്നെ ഇവിടെ വന്നപ്പോ എനിക്ക് നല്ല പനിയായിരുന്നു, നല്ല അത്യാവശ്യം ഹൈ ടെമ്പറേച്ചർ 103 ഉണ്ടായിരുന്നു. ഇവിടെ അന്നത്തെ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഒരു 2-3 ഡേയ്സ് മൊത്തത്തിൽ കിടപ്പായിരുന്നു. സൗണ്ട് ഒക്കെ പോയി. അതൊക്കെ തന്നെ ഈ ഒരു തിരക്ക് കൊണ്ട് എനിക്ക് നാട്ടിൽ പോയപ്പോ നല്ല മടിയായി വീഡിയോസ് ഒക്കെ എടുക്കാൻ. പിന്നെ ബുക്കും കാര്യങ്ങളൊന്നും ഞാൻ കൊണ്ടുപോയിണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ശരി, വീഡിയോസ് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതുകൂടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരു എനർജി വന്നപ്പോ ഇപ്പോഴാണ് വീഡിയോസ് ഒക്കെ എടുത്ത് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ച്. പിന്നെ പഠനവും പെൻഡിങ് ആയിരുന്നു. ഇനിയിപ്പോ LDCക്ക് വേണ്ടിയിട്ട് എന്തായാലും കോച്ചിങ് എടുത്തതുകൊണ്ട് പഠിക്കാണ്ടിരിക്കാൻ പറ്റില്ല, പൈസ കൊടുത്തെടുത്തതല്ലേ. അപ്പോ റീസ്റ്റാർട്ട് ചെയ്യാണ്. ഞാനൊരു സീരീസ് തുടങ്ങാൻ വിചാരിക്കേണ്ട ഒരു ചാലഞ്ച്, സ്റ്റഡി ചാലഞ്ച് 20 ദിവസത്തെ മതി നമുക്ക് ഒന്ന് ട്രാക്കിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഞാൻ വരും വീഡിയോസിൽ പറയാം എന്ന് മുതലാ സ്റ്റാർട്ട് ചെയ്യണതൊക്കെ. അപ്പൊ എല്ലാരും നന്നായി പഠിക്കുക. 10th പ്രിലിംസും സെക്കൻഡ് സ്റ്റേജ് ഇനി സെപ്റ്റംബർ 1 ഒക്കെ നടക്കും എന്ന് പറയുന്നുണ്ട്. ആ എക്സാം ഉള്ളവർ എന്ത് ചെയ്യാം, എന്തായാലും നന്നായി ഒന്നും കൂടെ റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോവാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.